ശബരിമലയുടെ പൊതുതാൽപര്യ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിലെത്തിയ യങ് ലോയേഴ്സ് അസോസിയേഷനെയൊക്കെ ഓടിച്ചു വിട്ടല്ലോ സുപ്രീം കോടതി. എന്താണ് സാർ കാര്യം? അതായത് സുപ്രീം കോടതി ചോദിച്ചത് വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ്. ഈ മത സ്വാതന്ത്ര്യം നൽകുന്നതും ഒക്കെ നമുക്ക് അനുച്ഛേദം 25 ആ അനുച്ഛേദം 25 മനസാക്ഷിക്കൊത്ത മതവിശ്വാസം വെച്ചു പുലർത്താനും അത് ആചരിക്കാനും ആചരണത്തിലൂടെ പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. അപ്പോൾ ഇത് ആർക്കാണ് നൽകിയിരിക്കുന്നത്? ഇത് വ്യക്തിക്കുള്ളതാണ് മനസാക്ഷി. ആ വ്യക്തിയുടെ മനസാക്ഷിയാണ് റിലീജിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ കോടതി ചോദിച്ചത് ഈ യങ് ലോയേഴ്സ് അസോസിയേഷൻ അല്ലേ, ആ യങ് ലോയേഴ്സ് അസോസിയേഷന് ഈ മനസാക്ഷി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് എങ്ങനെയാണ് മനസാക്ഷി കിട്ടിയത്? നിങ്ങൾക്ക് മനസാക്ഷി ഇല്ലല്ലോ. നിങ്ങൾ ഈ ഇന്ത്യയുടെ മൊത്തം തന്ത്രിയാണോ എന്നും ചോദിച്ചു. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളൊരു അവകാശം കിട്ടുക? ആർട്ടിക്കിൾ 25 ഇതിന് നമുക്ക് തരുന്നത്. ആ ആർട്ടിക്കിൾ 25 പറയുന്ന ഈ മനസാക്ഷിക്കൊത്ത മതം ആചരിക്കാനും അനുഷ്ഠിക്കാനും അതിൻ്റെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനും തീർപ്പ് കൽപ്പിക്കാനും തീർപ്പ് കൽപ്പിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പരിഹാരം തേടാനും അവർക്കാണ് അവകാശം, സംഘടനക്കല്ല. അപ്പം ഇത് സംഘടന ഇത് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കോടതി ഒന്നും കൂടി പറഞ്ഞു, ഇത് പില്ലല്ല, പൈസ ഇൻവെസ്റ്റ് ചെയ്ത് മേടിക്കുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു. അതെ, പണം വാരിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പൈസ ഇൻട്രസ്റ്റഡ് ലിറ്റിഗേഷൻ. അതെ, പൈസ ഇൻട്രസ്റ്റഡ് ലിറ്റിഗേഷൻ ആണ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ചില്ലറ അടിച്ച് മാറ്റുന്നതിന് വേണ്ടി നിങ്ങളിത് ചെയ്തതാണ് എന്ന് പറഞ്ഞു. ഒരു ലിറ്റിഗൻറ്റിന് കിട്ടാവുന്ന ഏറ്റവും മോശം കമൻ്റാണ് ഇത് സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ആർട്ടിക്കിൾ 25 സംബന്ധിച്ച വളരെ സുപ്രധാനമായൊരു നിരീക്ഷണവും കൂടിയാണത്. ആ നിരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 25 അടിസ്ഥാനത്തിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ കോടതിയിലെത്താൻ പറ്റില്ല. കോടതിയിലെത്തേണ്ടത് വ്യക്തികളാണ്. വ്യക്തികൾക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. പേഴ്സൺസ് എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഭരണഘടനയിൽ. വ്യക്തികൾക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. ആ വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൗരന്മാർ പോലും ആകണ്ട. മറ്റേ സിറ്റിസനും പേഴ്സണും തമ്മിൽ വ്യത്യാസമുണ്ട്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തെ സിറ്റിസനും പേഴ്സണാണ്. ആ പേഴ്സണ് അവൻ്റെ മതവിശ്വാസം വച്ച് പുലർത്തുന്നതിനുള്ളൊരു അവകാശവും അധികാരവുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അയാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ മതവിശ്വാസം വെച്ച് പുലർത്താം. അപ്പോൾ ഈ മതവിശ്വാസത്തിൻ്റെ കാറ്റഗറൈസേഷൻ വരുമ്പോൾ എത്തീയിസ്റ്റ്, അതായത് ദൈവനിഷേധികളെ ഒരു മതവിഭാഗം പോലെ തന്നെയാണ് യൂറോപ്പിലെല്ലാം പരിഗണിക്കുന്നത്. ഇത്ര ക്രിസ്ത്യാനി, ഇത്ര എത്തീയിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത്ര മുസ്ലിം, ഇത്ര ക്രിസ്ത്യാനി, ഇത്ര എത്തീയിസ്റ്റ്. അല്ലെങ്കിൽ ആ എത്തീയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറിലീജിയസ് ഗ്രൂപ്പാണ്. കേരളത്തിൽ പക്ഷേ വേറൊരു കാര്യമുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും ഈ എത്തീയിസ്റ്റുകൾ ഹിന്ദുക്കളായിട്ടാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എത്തീയിസ്റ്റുകളാണ്, പക്ഷെ അവരെല്ലാം ഹിന്ദുക്കളായിട്ടാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സൗകര്യപ്പെടുമ്പോൾ ഹിന്ദുക്കളാകുകയും ചെയ്യും. എന്നിട്ട് പറയും മൊത്തം ഹിന്ദുക്കളെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞങ്ങൾക്കില്ലേ, ഞങ്ങളും ഹിന്ദുക്കളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവരല്ല. കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരിക്കലും ഹിന്ദു ആകാൻ പറ്റില്ല. അവർക്ക് എത്തീയിസ്റ്റ് ആകാനേ പറ്റുള്ളൂ. അവർ എത്തീയിസ്റ്റുകളാണ്. ദൈവമില്ല എന്നും അനീശ്വരമാണ് ലോകം എന്ന് വിശ്വസിക്കുന്നവരാണ്. ലോകത്തിനൊരു ക്രമമില്ല എന്ന്, ആ ക്രമം നമ്മളുണ്ടാക്കേണ്ടതാണെന്നും നമ്മളുണ്ടാക്കുന്ന ക്രമത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്നും വിശ്വസിക്കുന്നവരാണ്. അല്ലാണ്ട് ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ക്രമസംവിധാനത്തെക്കുറിച്ച്, അതിൻ്റെ ഋതത്തെക്കുറിച്ച്, ഒരു പ്രപഞ്ചത്തിൻ്റെ ഋതത്തെക്കുറിച്ച് അവർക്ക് യാതൊരു സങ്കല്പവുമില്ല. അങ്ങനെയുള്ളവരും ഇവിടെ എന്താണ്, ഇവിടെ ഹിന്ദുവായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അംഗസംഖ്യ കുറയുന്നു എന്ന് പറഞ്ഞാൽ എത്തീയിസ്റ്റുകൾ കൂടിക്കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ അംഗസംഖ്യ കുറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ കൂടിക്കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ അംഗസംഖ്യ കുറയും. ബംഗാളിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഈ കമ്മ്യൂണിസ്റ്റുകൾ വന്ന് 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 പെട്ടതുകൊണ്ടാണ്. ഹിന്ദുവിൻ്റെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ അവർ പോയി.
കേരളത്തിൽ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഹിന്ദുവിൻ്റെ അംഗസംഖ്യ കുറയുന്നതിന് കാരണം ഹിന്ദു ഒരു മൈനോറിറ്റി ഗ്രൂപ്പായി മാറുകയാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ എത്തീസ്റ്റുകൾ വന്ന് ഇവിടെയാണ്. കമ്മ്യൂണിസ്റ്റുകളുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകൾക്ക് കിട്ടുന്ന വോട്ടുണ്ടല്ലോ, ആ കമ്മ്യൂണിസ്റ്റുകൾക്ക് കിട്ടുന്ന വോട്ടിൽ നല്ലൊരു ശതമാനം എത്തീസ്റ്റുകൾ കാണുമല്ലോ. ആ എത്തീസ്റ്റുകൾ ദൈവനിഷേധികൾ കൂടി അതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് മതവുമില്ല. അപ്പം മതരഹിതരും ദൈവനിഷേധികളുമായ ഒരു ഗ്രൂപ്പ് വരെയാണ്. അവരാണ് കേസുമായിട്ട് പോയത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് അവർ പൈസ ഇൻസ്റ്റിഗേറ്റഡ് ലിറ്റിഗേഷൻ എന്ന് പറയാൻ കാരണം. പൈസ ഇൻസ്റ്റിഗേറ്റഡ് എന്നും പറയാൻ കാരണം ചില്ലറ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. താല്പര്യം പൈസയിലാണ്, താല്പര്യം പണത്തിലാണ്. അപ്പോൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുകയും അതിന് ലംഘിക്കുന്നതിന് വേണ്ടി കോടതിയെ ഉപയോഗിക്കുകയും ചെയ്തു എന്ന ഗുരുതരമായ ഒരു കുറ്റം ഇവർ ചെയ്തിട്ടുണ്ട്. അത് കോടതി ചോദിക്കുന്നുമുണ്ട് നിങ്ങളുടെ പ്രസിഡന്റ് ആരാണെന്ന്. അപ്പോൾ പറയുന്ന നൗഷാദ് അലിയാണ് പ്രസിഡന്റ്. അയാൾക്ക് എന്താ അതിനകത്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ അത് തന്നെ ഒരു കാര്യമുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഒരു ഹർജി വന്നത് തന്നെ ശബരിമല പോലുള്ളൊരു ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടി ആഗോള അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു ഇസ്ലാമിക ഗൂഢാലോചനയുടെ ഫലം കൂടി ആകാം. അത് അല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഇസ്ലാമിക മാത്രമല്ല, ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പും അതിന് അനുകൂലം ചെയ്തിട്ടുണ്ടാവും. ഇസ്ലാമിസ്റ്റ് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളുടെ ഒരു സംയോജിച്ചുള്ള പരിപാടിയായിരിക്കാൻ ഇത്. അത് കാരണം ഇപ്പോൾ ഞാനൊരു ഇത് ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് എന്താണ്, തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് അത് കൊടുത്തിരിക്കുന്നത് ചന്ദ്രശേഖർ ജോസഫ് വിജയ് എന്നാണ്. അല്ല, അത് ഇയാൾ അത് അങ്ങനെ പറഞ്ഞിട്ട് ഇതെന്തൊരു മനോഹരമായിരിക്കുന്നു, ഇതാണ് നമ്മൾ അഭികാമ്യമായി കരുതേണ്ടത് എന്ന് മറ്റൊരു ക്രൈസ്തവനായ രാജദീപ് സർദേശായി എക്സിൽ കുറിച്ചു. ഞാനത് കണ്ടിരുന്നു. നല്ല കാര്യം, വളരെ നല്ല കാര്യം. പക്ഷെ അതിനകത്ത് ചന്ദ്രശേഖരല്ല, സേനാപതി ആൽബർട്ട് ചന്ദ്രശേഖറിൻ്റെ മകനാണ് ജോസഫ് വിജയ്. അല്ലാണ്ട് ചന്ദ്രശേഖർ ജോസഫ് വിജയ് അല്ല, സേനാപതി ആൽബർട്ട് ചന്ദ്രശേഖർ ജോസഫ് വിജയാണ്. അപ്പോൾ അതങ്ങനെ ഒരു ഹിന്ദു മെജോറിറ്റി ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി വന്നത് ഈ രാജ്യത്ത് അഭികാമ്യമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആര് പറയുന്നത്? മറ്റൊരു ക്രൈസ്തവനായ രാജദീപ് സർദേശായി. ഇതേ അഭിപ്രായം തന്നെയായിരിക്കും വേറൊരു ക്രൈസ്തവനായിട്ടുള്ള മറ്റേ കപിൽ സിബലിനുണ്ടാവുക. കപിൽ സിബൽ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ ഇതാണെന്ന്. അല്ല, ക്രിപ്റ്റോയാണ്. ഈസ് എ ക്രിസ്ത്യൻ. ആ ഐഡൻറ്റിറ്റി രഹസ്യമായി സൂക്ഷിക്കുകയാണ് ഇവരെന്താണ്. ഇവർക്ക് അത് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം. ഇവരുടെ നയങ്ങളെല്ലാം വെളിയിൽ വരും. അല്ല, അത് പറഞ്ഞാലുള്ള പ്രശ്നം. ഇപ്പം രാജദീപ് സർദേശായ അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ നമ്മുടെ കിഴക്കൻ മേഖലയില്ലേ, നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടെയൊക്കെ ക്രിസ്ത്യൻ മെജോറിറ്റിയാണ്. അവിടെ ക്രിസ്ത്യാനികളല്ലാത്ത ഒരു ഭരണാധികാരിയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ക്രിസ്ത്യാനികളല്ലാത്ത ഒരു ഭരണാധികാരിയും ഇന്ന് വരെ ഇല്ലാത്ത ആ മേഖലകളിൽ ഒരു ഹിന്ദു ഭരണാധികാരി വരണമെന്ന് എന്തുകൊണ്ടാണ് ഈ രാജദീപ് സർദേശായിയെ പോലെയുള്ള കപിൽ സിബലിനെ പോലെയുള്ളവരൊന്നും മിണ്ടാതിരിക്കുന്നത്? ആ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം എന്താണെന്ന്, ഈ ഗ്രൂപ്പുകളുടെയൊക്കെ മൊത്തം ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സനാതനധർമ്മത്തിനെതിരെ ഒരു ഗവൺമെൻറ് സനാതനധർമ്മത്തിനെതിരെ നിൽക്കുന്നു. അങ്ങനെ ഒരു ഗവൺമെൻറ് ആർട്ടിക്കിൾ 25 പ്രകാരം മതസ്വാതന്ത്ര്യം വ്യക്തികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു രാജ്യത്ത് ഒരു ഗവൺമെൻറ്റിന് ഇങ്ങനൊരു നയം സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമില്ലേ? ഭരണഘടനാ വിരുദ്ധമല്ലേ അത്? കാരണം ഭരണഘടന ഓരോ വ്യക്തിക്കും മനസാക്ഷിക്കൊത്ത മത ആചരിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കെ സനാതനധർമ്മം ഈ രാജ്യത്തിൻ്റെ ഒരു മതസംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം തർക്കമില്ലാത്ത വിഷയമായി നിലനിൽക്കെ ഒരു ഗവൺമെൻറ് പറയുന്നു ഞങ്ങൾ സനാതനധർമ്മം ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുക്കളെ വംശഹത്യ നടത്തുമെന്നാണ് അതിൻ്റെ അർത്ഥം. കൊന്നൊടുക്കും എന്നാണ്. അപ്പോൾ മതസ്വാതന്ത്ര്യം കൊടുക്കുകയും സാംസ്കാരികമായ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത്
ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സനാതന ധർമ്മ സംസ്കാരത്തെയും ജീവിത രീതികളെയും ഞങ്ങൾ അപ്പാടെ നശിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ ആൽബർട്ട്, ചന്ദ്രശേഖർ, ജോസഫ്, വിജയ് അതിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതെ. അപ്പോൾ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ്? മനസ്സിലിരിപ്പ് ലളിതം. ഹിന്ദുക്കളെ നശിപ്പിച്ചിട്ട് ഈ രാജ്യത്തെ ക്രിസ്തുവൽകൃതമാക്കിയെടുക്കണമെന്ന് തന്നെയാണ്. ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പാണ് ഇവർ. അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. അത് സർദേശായി ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പാണ്. ഈ ജോസഫ്, വിജയൊക്കെ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പാണ്. അവരുടെ മതത്തെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയും മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മറ്റവൻ എത്തീസ്റ്റാണ്. ആര്? എന്താണ് അവൻ്റെ പേര്? ഉദയനിധി സ്റ്റാലിൻ. സ്റ്റാലിൻ. സ്റ്റാലിൻ്റെ മകൻ എത്തീസ്റ്റാണ്. കമലഹാസൻ എത്തീസ്റ്റാണ്. അവർ വേറെയാണ്. അവർക്ക് ഹിന്ദുക്കളുമായിട്ട് ഒരു ബന്ധവുമില്ല. എത്തീസ്റ്റല്ലേ? ആ എത്തീസ്റ്റുകളാണ് പറയുന്നത് മതം നശിപ്പിക്കണമെന്ന്. ഏത് മതം? ബാക്കി ക്രിസ്തു മതം നശിപ്പിക്കണമെന്നോ ഇസ്ലാം മതം നശിപ്പിക്കണമെന്നോ ഈ എത്തീസ്റ്റുകൾ മിണ്ടുന്നില്ല. ഇവരാകെ പറയുന്നത് സനാതനധർമ്മം നശിപ്പിക്കണം എന്ന് മാത്രമാണ്. അപ്പം ഇത്തരത്തിലുള്ള വളരെ വൈഡ് റേഞ്ചിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ നൗഷാദ് അലി ഇത് കൊടുത്തത്. അല്ലെങ്കിൽ നൗഷാദ് അലി കേരളീയനല്ല, അദ്ദേഹം ശബരിമലയിൽ പോയിട്ടില്ല, അദ്ദേഹം ഹിന്ദുക്കളുടെ ആചാരങ്ങളിൽ വിശ്വസിക്കുന്നില്ല, അദ്ദേഹം അല്ലാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകനിലും വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ് കേരളത്തിലുള്ള ഈ ശബരിമലയിൽ കാര്യം വന്നത് എന്നുള്ള കാര്യം സുപ്രീം കോടതി അന്ന് ചോദിച്ചില്ല. ഇന്നത് ചോദിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശുഭകരമായ കാര്യം തന്നെയാണ്. ഇന്ത്യ ലൈവ് എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണം. നമ്മുടെ IND എന്ന ആ ലോഗോയിൽ ഒന്ന് വിരലർത്തിയാൽ നമ്മുടെ ഫീഡ് തെളിഞ്ഞു വരും. അതിൽ ഒരു നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടുപുറത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ അമർത്തിയാൽ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഉറപ്പായി. ഞങ്ങളെ സഹായിക്കേണ്ടത് അങ്ങനെയാണ്.